ജീവിതത്തിൽ എപ്പോഴെങ്കിലും തലയ്ക്കുള്ളിൽ ഒരു മൂടൽ അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി നടക്കുന്നത് പോലെയോ കാലിനടിയിൽ ഉറപ്പില്ലാത്തത് പോലെയുള്ള വിചിത്രമായ ഒരു തലകറക്കം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സാധാരണയായി കാണുന്ന ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള വെർട്ടിഗോ അല്ലാതെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ അസ്ഥിരത പലരെയും മാനസികമായി തളർത്താറുണ്ട്. ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്നാൽ ഇതിനായി രക്തപരിശോധനയോ സ്കാനുകളോ ചെവിയുടെ പരിശോധനകളോ ECGയോ എടുത്തു നോക്കിയാലും ഒരു കാരണവും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് കേവലം നിങ്ങളുടെ തോന്നലാണെന്നോ അല്ലെങ്കിൽ വെറും ടെൻഷൻ കൊണ്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ തള്ളിക്കളയുമ്പോൾ അനുഭവിക്കുന്ന മാനസിക വിഷമം വളരെ വലുതാണ്. എന്നാൽ ഓർക്കുക, ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ വെറും സങ്കല്പമല്ല, മറിച്ച് പെർസിസ്റ്റന്റ് പോസ്റ്ററൽ പെർസെപ്ഷൻ ഡിസിനസ് അഥവാ PPPD എന്ന വിളിക്കുന്ന വളരെ യഥാർത്ഥമായ ഒരു ദീർഘകാല ബാലൻസ് പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ അഥവാ ബാലൻസ് നിലനിർത്തുന്നത് പ്രധാനമായും 3 വിവര സ്രോതസ്സുകൾ ചേർന്നാണ്. ചെവിയിലെ ആന്തരിക അവയവം, നമ്മുടെ കണ്ണുകൾ, പിന്നെ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള സ്പർശന സമ്മർദ്ദ സൂചനകൾ. സാധാരണയായി ചെവിയിൽ ഉണ്ടാകുന്ന വെർട്ടിഗോ, കടുത്ത ഉത്കണ്ഠ, പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ തലക്കേൽക്കുന്ന ചെറിയ ക്ഷതങ്ങൾ എന്നിവയ്ക്ക് ശേഷം നമ്മുടെ തലച്ചോറ് ഒരു അമിത ജാഗ്രത അഥവാ ഹൈപ്പർ വിജിലൻസ് സ്റ്റേജിലേക്ക് മാറും. ഈ അവസ്ഥയിൽ തലച്ചോറ് കണ്ണുകളെയും ശരീരത്തിന്റെ സ്പർശനങ്ങളെയും അമിതമായി ആശ്രയിക്കാൻ തുടങ്ങുകയും ആദ്യമുണ്ടായ തലകറക്കത്തിന്റെ കാരണം മാറിയിട്ടും പഴയപടിയാകാതെ ആ തെറ്റായ ലൂപ്പിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യും. ഇതിനെയാണ് PPPD എന്ന് പറയുന്നത്. ഉത്കണ്ഠയും ഭയവും ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ അവസ്ഥ തുടർന്നാൽ അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ഊർജ്ജസ്വലതയും ദോഷകരമായി ബാധിക്കും. നിവർന്നു നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഈ അസ്വസ്ഥത വല്ലാതെ കൂടുകയും കിടക്കുമ്പോൾ അല്പം ആശ്വാസം തോന്നുകയും ചെയ്യും. വാഹനം ഓടിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ മാത്രമല്ല, സൂപ്പർ മാർക്കറ്റുകളിലെ നിരനിരയായ ഷെൽഫുകൾ കാണുമ്പോഴോ തിരക്കേറിയ ചന്തകളിലോ വേഗത്തിൽ ചലിക്കുന്ന സ്ക്രീനുകളിലേക്ക് നോക്കുമ്പോഴോ ഈ തലകറക്കം വല്ലാതെ വർദ്ധിക്കുന്നത് കാണാം. ഇത് നിങ്ങളുടെ തലച്ചോറിന്റെ ഡാറ്റ പ്രോസസ്സിംഗിൽ വരുന്ന താളപ്പിഴയായതുകൊണ്ട് തന്നെ നാഡീ വ്യവസ്ഥയെ നിരന്തരം ക്ഷീണിപ്പിക്കുകയും സാധാരണ ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലിന് കാരണമാവുകയും ചെയ്യും. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. ശരിയായ ജീവിതശൈലി ക്രമീകരണങ്ങളിലൂടെയും ശാസ്ത്രീയമായ രീതികളിലൂടെയും ഇതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം വെസ്റ്റിബുലാർ റീഹാബിലിറ്റേഷൻ ആണ്. പ്രത്യേക തരത്തിലുള്ള ലളിതമായ വ്യായാമങ്ങളിലൂടെ തലച്ചോറിനെ ചലനങ്ങളും ദൃശ്യങ്ങളും വീണ്ടും ശീലിപ്പിക്കുകയും അതിന്റെ അമിത ജാഗ്രത പടിപടിയായി കുറിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഇതോടൊപ്പം തലച്ചോറിലെ ഈ താളപ്പിഴ പുനഃക്രമീകരിക്കാൻ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വളരെ കുറഞ്ഞ അളവിലുള്ള ചില പ്രത്യേക മരുന്നുകളും ഫലപ്രദമായി ഉപയോഗിക്കാറുണ്ട്. ദിവസവും കൃത്യമായ വിശ്രമം ഉറപ്പാക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന ശ്വസന വ്യായാമങ്ങൾ ശീലിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയെ ശാന്തമാക്കാൻ സഹായിക്കും. ഈ രോഗാവസ്ഥയെക്കുറിച്ച് പലപ്പോഴും ധാരണയില്ലാത്തത് കൊണ്ട് മാത്രം പലരും അനാവശ്യ പരിശോധനകൾ ആവർത്തിച്ച് ഭയവും പണനഷ്ടവും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ട് ഇതിലെ ശാസ്ത്രീയ വശം മനസ്സിലാക്കിയതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ അറിവ് പകർന്നു നൽകുക. നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇതുപോലുള്ള വിട്ടുമാറാത്ത തലകറക്കമുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് തീർച്ചയായും എത്തിക്കണം. കാരണം കൃത്യമായ അറിവാണ് മികച്ച ആരോഗ്യത്തിലേക്കുള്ള ആദ്യ പടി.